ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് ഇന്ന് വെറൈറ്റി കേട്ടോ. ചപ്പാത്തിയൊന്നും ഇല്ലെന്ന് സോയ ചങ്ക് വെച്ചിട്ടുള്ള നൂഡിൽസ് കേട്ടോ. ഇന്ന് രാവിലെ അത് ഉണ്ടാക്കാന്ന് വെച്ച് ഞാൻ അതിലേക്ക് ആവശ്യമുള്ളത് നൂഡിൽസ്, പിന്നെ നമ്മുടെ സോയ ചങ്ക്, അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയോ മൈദയോ ഒന്നും ചേർക്കരുത്, കോൺഫ്ലവർ തന്നെ വേണം. പിന്നെ നമ്മൾ ടൊമാറ്റോ, പിന്നെ ഇതിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ല. പിന്നെ സബോള, കപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ഇടാം, ക്യാരറ്റ് ഒരു ചെറിയ പീസ് ഇടാം. അധികം ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത് മാത്രം എടുത്തിട്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ തോതിൽ അത് ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് അപ്പോൾ നമുക്കിത് ഇതൊക്കെ ഒരുമിച്ചാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ വഴറ്റി വരുമ്പോഴേക്കും അത് ഇതുമ്പോൾ പിടിച്ചോളൂ കേട്ടോ. ഇതിൽ ഞാൻ ഇട്ടത് മുളക് പൊടി, സാധാരണ മുളക് പൊടിയല്ല, നമ്മുടെ മറ്റേ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും കേട്ടോ. ചില്ലി ഗോപിയുടെ പോലെ നല്ലൊരു കളർ കിട്ടും സോയക്ക്. അപ്പോൾ ഞാൻ അതാണ് ഇട്ടത്. അപ്പോൾ നമ്മളിതേ നല്ല ഇതായിട്ട് കിട്ടിയിട്ടാ. കോൺഫ്ലവർ കൂട്ടുക കേട്ടോ. നമ്മുടെ സോയ ചങ്ക് കുറച്ച് നേരം അത് കൂട്ടി തിരുമ്പതിന് ശേഷം അങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് സെറ്റായിട്ട് നമുക്ക് വറക്കാം. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇത് വഴറ്റി വരുമ്പോഴേക്കും അതൊന്ന് സെറ്റായിട്ട് വറുത്താൽ മതി. നമുക്ക് ഇതിട്ടിട്ട് നമുക്കത് ഉണ്ടാക്കാം. അതിലേക്ക് നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് ഓയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാവട്ടെ കേട്ടോ. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് വാടി വന്നപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നമ്മുടെ കപ്സിക്കം ഇടാം അതിന് കൂട്ടത്തിലാണ്. സവാള വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചങ്ക്, സോയ ചങ്ക് വറുത്തിടുക കേട്ടോ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് അതിൽ വെച്ച് നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മാഗി ഒന്ന് സെറ്റാക്കിയിരിക്കാം. ഇതെല്ലാം മാഗി കൂടി ഒരുമിച്ചിടും ഞാൻ, കാരണം വലിയ പാത്രം വെച്ചിട്ടോ. ഇതായി കഴിയുമ്പോൾ നമുക്കിത് ഊറ്റി കളയാം, വെള്ളം ഊറ്റി കളയാം കേട്ടോ. ഇതൊന്നും ആവട്ടെ കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ കഴുകി ഇത് കൊണ്ടുകൂടി നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് നമ്മൾ ചൂടാക്കി നോക്കി നന്നായിട്ട് വേറിട്ട് കിട്ടിട്ട് നമുക്ക് ഇനി ഇത് നമുക്കൊന്ന് വെള്ളം വലറ്റപ്പോഴേക്കും നമ്മുടെ സബോളയ്ക്ക് വേണ്ട കൂട്ടിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ഇടാം. അപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ പൊടി നമുക്ക് ഇതിലിടാം. അപ്പോൾ ഞാൻ 3 എടുത്തില്ല, 3 പൊട്ടിച്ച് ഇട്ടിട്ടോ. അത് ഇട്ട് ഞാൻ ഇത് പാക്കറ്റിൽ ഇട്ടു. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി നമുക്ക് ഒരു തുള്ളിടാം, നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നമുക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള സോയ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മതിയാം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മതി. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നൂഡിൽസിലത്തെ മസാല, കാശ്മീരി മുളക് പൊടി, ടൊമാറ്റോ സോസ്, സോയ സോസ്, ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ടെങ്കിൽ നന്നാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന്. ഇനി നമുക്ക് സോയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ കലക്കിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പം നമുക്കിത് നല്ലൊരു കുറുകിയിട്ട് നമുക്ക് കിട്ടുക. അതൊന്ന് സെറ്റായി വരട്ടെ കേട്ടോ. നമ്മുടെ ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിന് വരണത് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. സോയ നമുക്ക് ചിലർക്കൊന്നും അത് ഇഷ്ടാവില്ലല്ലോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരുകളൊക്കെ അതിൻ്റെ കുത്ത് മനസ്സിലാവില്ല, അതിനുള്ള സ്മെല്ല് അറിയില്ല. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇനി നമുക്ക് നൂഡിൽസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ, നമുക്ക് ഇനി ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ വളർത്തുമ്പോൾ നന്നായി വളർന്ന് കിട്ടും കേട്ടോ.
കുഴപ്പമില്ലാണ്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില ഇടാം. സ്പ്രിംഗ് ഒനിയൻ കിട്ടിയില്ല കേട്ടോ, ഞങ്ങൾ മല്ലിയില കിട്ടാണ്ടല്ല, വാങ്ങിച്ചില്ല, അതുണ്ടായത് കേട്ടോ. നമുക്കിതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സാധനം കിട്ടും. സൂപ്പർ. ഇന്നത്തെ ഫുഡ് രാവിലത്തെ നമ്മുടെ സ്പെഷ്യൽ ഇന്ന് ഇതാണ് കേട്ടോ. ചപ്പാത്തി അല്ല ഇന്ന് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിക്കട്ടെ രാവിലത്തെ. ഇന്ന് രാവിലെ ഒക്കെ ഇതാണ് കേട്ടോ. കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടാണ്. ഭയങ്കര ടേസ്റ്റ് ആയില്ല സാധനം. അവർ കഴിക്കാൻ പോകണം. അവർ ഉണ്ണിക്ക് ഉറങ്ങാൻ പോയത്, ഉണ്ണി ഉറങ്ങിയില്ല. സൂപ്പറായിട്ട് എല്ലാവർക്കും ബൈ ട്ടോ.